ബഹുമാനിക്കണമെന്നുള്ളത്, ഉമ്മയുടെയും ബാപ്പയുടെയും വാക്ക് ധിക്കരിക്കരുത് എന്നതുള്ളത് എവിടെയാണ്? ആത്മീയമായ ഇൽമിലാണ്, അറിവിലാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തഅല്ലമുൽ ഇൽമ, നിങ്ങൾ ഇൽമു പഠിക്കൂ. കാരണം ഇൽമു പഠിച്ച ആലിമീങ്ങൾക്ക് വലിയ പവറാണ് കേട്ടോ. فالله تعالى يبعث يوم القيامة الأنبياء ثم العلماء ثم الشهداء ثم سائر الخلق على درجاتهم. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ആദ്യമായി അവിടെ ഒരുമിച്ച് കൂട്ടുന്നത്, പുനർജന്മം നൽകുന്നത് ഖബറിൽ നിന്ന് ആർക്കാണ്? ഒന്നാമതായി അമ്പിയാക്കൾക്കാണ്. ആ അമ്പിയാക്കൾ കഴിഞ്ഞാലോ സുമ്മൽ ഉലമാ, രണ്ടാമതായി ഖബറിൽ നിന്ന് അല്ലാഹു തആല പുനർജന്മം നൽകുന്നത് അതേ ഉഖറവിയായ ആലിമീങ്ങൾക്കാണ്. ഉള്ള ഇൽമനുസരിച്ച് നല്ല തഖ്വയോടെ ജീവിക്കുന്ന ആലിമീങ്ങൾ, അവരാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. മൂന്നാമതായി അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മ ശുഹദാ, പിന്നെയാണ് ശുഹദാക്കൾ ഉള്ളത്. സുമ്മ സായിറൽ ഖൽഖി അലാ ദറജാതിഹിം, പിന്നെയാണ് അല്ലാഹുവിന്റെ മറ്റു സൃഷ്ടികൾ. അവരുടെ ദറജയനുസരിച്ച്, അവരുടെ പദവി അനുസരിച്ച് അല്ലാഹു തആല അവരെ ഒരുമിച്ച് കൂട്ടുന്നത് അങ്ങനെയാണ്. അവിടെ പറഞ്ഞത് ഇൽമു പഠിക്കണം എന്നാണ്. മഹാനവരുകൾ വലിയ സ്ഥാനത്തെത്താൻ കാരണം മഹാനവരുകളുടെ ഉമ്മ മഹാനവരുകളെ ഇൽമു പഠിക്കാൻ പറഞ്ഞയച്ചു. ആ മതപരമായ ഇൽമിലാണ് മാതാപിതാക്കളെ ധിക്കരിക്കരുത് എന്നുള്ളത്. അതാണ് ഖുർആൻ പറഞ്ഞത്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ ഉടനെ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അത് വലിയ വിഷയമാണ്. മാതാപിതാക്കൾക്ക് പ്രായമായാൽ അപ്പോൾ അവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും പറഞ്ഞു പോകരുത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരിക്കലും പറഞ്ഞു പോകരുതല്ലോ. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരെ മനസ്സ് വേദനിപ്പിക്കുന്നത് ഒരിക്കലും പറയാൻ പാടില്ല. പിന്നെന്താ പ്രായമായാൽ പറയാൻ കാരണം? അപ്പൊ ചിലപ്പോ പറയാൻ തോന്നും. എന്താ കാരണം? പ്രായമുള്ളവരും കുട്ടികളും ഒരുപോലെയാണ്. അങ്ങനെ വല്ലാണ്ട് പ്രായമായാൽ ചെറിയ കുട്ടികളുടെ സ്വഭാവമായിരിക്കും. ഈ പ്രായമുള്ള ഉമ്മാമ്മമാർ ചോദിച്ചത് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കൂലേ വീട്ടില്? അല്ലേ? ഇവിടെ അങ്ങനൊന്നുമില്ല. ഇതന്നെയല്ലേ? പ്രായമുള്ള ഉപ്പാപ്പമാര് പേരമക്കളോട് പേരക്കുട്ടികളോടൊക്കെ ചോദിച്ചത് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കും. എന്താ കാരണം? ചെറിയ കുട്ടികളുടെ സ്വഭാവമാണ്. ചെറിയ കുട്ടികൾ അങ്ങനെയാണ്. അവർ ഒരിക്കൽ ചോദിച്ചാൽ വീണ്ടും തന്നെ ചോദിക്കും. എത്ര പറഞ്ഞു കൊടുത്താലും വീണ്ടും ചോദിക്കും. അതങ്ങനെയാണ്. അപ്പോ ചിലപ്പോൾ നമുക്ക് അവരോട് ഗൗരവത്തിൽ ചിലപ്പോൾ സംസാരിക്കാൻ തോന്നിപ്പോകും. അങ്ങനെ പറഞ്ഞല്ലേ, ഒരു വട്ടം പറഞ്ഞല്ലേ, എന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കണം? ഉണ്ടായിരുന്നു കൂടെ, നിങ്ങൾ ഉണ്ടായിരിക്കും. ഇന്ന് ചിലപ്പോ മോൻ ഇങ്ങനെ പറയും, പാപ്പാനോ നിങ്ങൾ ഉണ്ടായിരിക്കും. അതാ, അങ്ങനെ ആകരുത്. മാന്യമായി അവരോട് സംസാരിക്കണം. ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരിതിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ എഴുതിയത് കാണാൻ കഴിയും. അവന് ഞാൻ ഈ പ്രയോഗങ്ങൾ കണ്ടപ്പോ വല്ലാതെ ഇഷ്ടം തോന്നിപ്പോയി. ഉമ്മാന്റെ കാല് പിടിച്ച് ഉമ്മാന്റെ കാല് ചുംബിക്കണമെന്നാ പറഞ്ഞത്. തവാളുഅൻ, അത് സുജൂദല്ലല്ലോ. ആരപ്പോ ഉമ്മാന്റെ കാല് പിടിച്ച് ചുംബിച്ചവർ? ഉമ്മാനോട് വിനയം കാണിച്ചുകൊണ്ട്, വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് ഉമ്മാന്റെ കാലിങ്ങനെ ചുംബിക്കണം. വലാ തൻഹർഹുമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ.
റഹ്മത്തിന്റെ ചിറക് അവർക്ക് താഴ്ത്തിക്കൊടുക്കണം എന്ന് പറഞ്ഞ ഖുർആനിന്റെ തഫ്സീരിൽ ഒരുപാട് മുഫസ്സിരീങ്ങൾ ഇത് വിശദീകരിച്ചിട്ടുണ്ട്, ഒരുപാട് പറയുന്നുണ്ട്. ഇപ്പോൾ അതൊന്നും വിശദമായി പറയാൻ നേരൊന്നുമില്ല. ഉമ്മാനോടുള്ള കടപ്പാട് അത്രക്കുണ്ട്. അതുകൊണ്ട് ആ കാലൊന്ന് ചുംബിക്കണം. അത് സുജൂദ് ചെയ്യലല്ല, ഇബാദത്തല്ല, ഒക്കെ തവാദുആണ്, അതിന് വിരോധമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട അൽ ഉസ്താദ് അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, അല്ല, ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ നിങ്ങളെ താടി രോമങ്ങളിൽ മുത്ത് രത്നങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളെ താടി രോമങ്ങളിൽ ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചത് ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു. അപ്പൊ മഹാനവരുകൾ പറഞ്ഞു, സ്വതക്കത്ത, മോനെ നീ കണ്ടത് ശരിയാണ്, സത്യമാണ്. എന്താ കാരണം എന്നറിയോ? ഫഇന്നി അൽ ബാരിഹ മസഹതു ലിഹ്യതി തഹത ഖദമി വാലിദതി ഖബല അൻ നിംതു ഫഹാദാ മിൻ ദാകാദു. ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്റെ താടി രോമം കൊണ്ട് ഉമ്മാന്റെ കാലിന്റെ അടിഭാഗം ഞാൻ അങ്ങ് തടകിക്കൊടുത്തു, എന്റെ താടി രോമം കൊണ്ട് തടകിക്കൊടുത്തു. അപ്പൊ ഫഹാദാ മിൻ ദാക, ഇത് എനിക്ക് കിട്ടിയത് അതുകൊണ്ടാണ് എന്ന് ബഹുമാനപ്പെട്ട അൽ ഉസ്താദ് അബൂ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകൾ ഈ വന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു. എന്നാ കുട്ടികളൊക്കെ ഇങ്ങനെ ആകണമെങ്കിൽ, ഉമ്മാനോടും ഉപ്പാനോടൊക്കെ മക്കൾക്ക് സ്നേഹം തോന്നണമെങ്കിൽ, ബഹുമാനം തോന്നണമെങ്കിൽ, ആദരവ് തോന്നണമെങ്കിൽ, ഖബറിൽ കിടക്കുന്ന ഉപ്പാക്കും ഉമ്മാക്കും എന്തെങ്കിലും ഗുണം മക്കൾ ചെയ്യണമെന്ന് മക്കളെ കൽബിൽ തോന്നണമെങ്കിൽ ആ കുട്ടികൾക്ക് മതപരമായ അറിവ് കൊടുക്കണ്ടേ രക്ഷിതാക്കൾ? ആ രൂപത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടതില്ലേ? ഓ എന്റെ അനുജന്മാരോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദുആഉ ലിൽ വാലിദൈൻ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അത് വളരെ പ്രധാനമാണ്. ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിലും മരണപ്പെട്ടവരാണെങ്കിലും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാകണം. കാരണം ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇദാ തറക്കൽ അബ്ദു അദ്ദുആ ലിൽ വാലിദൈനി യൻഖതിഉ അൻഹു റിസ്ഖു ഫിദ് ദുനിയാ. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്നത് ഒരടിമയെങ്കാലും നിർത്തിവെച്ചാൽ, ഉപേക്ഷിച്ചാൽ, ദുനിയാവിൽ ആ അടിമയെ തൊട്ടുള്ള റിസ്ക് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. റിസ്ക് മുടങ്ങിപ്പോകാൻ ഒരു കാരണമാണ് മാതാപിതാക്കൾക്കുള്ള ദുആ നിർത്തിവെക്കുക എന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. കച്ചവടം തുടങ്ങി, പച്ചപ്പിടിക്കണില്ലല്ലേ? കാര്യമായും വന്നു പറയുന്ന സങ്കടമാണ്. പലയിടത്തും പൈസ ഇൻവെസ്റ്റ് ചെയ്തു ഉസ്താദേ, ലാഭം കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇട്ട പൈസയും തിരിച്ചു കിട്ടുന്നില്ല. സ്വീകരിച്ച ആള് വാങ്ങിയ ആളെ ഇപ്പൊ കാണുന്നില്ല. എവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്താലും പച്ച പിടിക്കുന്നില്ല. എന്തു തുടങ്ങിയാലും ഒന്നും ശരിയാകണില്ല.